ഒരേ തരം ഇന്ത്യക്കാരെ രൂപപ്പെടുത്തിയെടുത്ത് അവർക്ക് വേണ്ടി ഒരു വികസിത ഭാരത സൃഷ്ടിക്കുള്ള നിയമനിർമ്മാണങ്ങളിലാണ് യൂണിയൻ സർക്കാർ. അത്തരമൊരു ഭാരത സൃഷ്ടിക്കുള്ള സുപ്രധാന ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിശോധനയിലാണ്. പതിപോലെ BJPയുടെ രാഷ്ട്രഭാഷയിലാണ് ബില്ലിൻ്റെ പേര് വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ. സ്വയംഭരണാധികാരവും ഫെഡറൽ അവകാശങ്ങളുമെല്ലാം പ്രയോഗിച്ച് വഷളാക്കിയ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ രക്ഷിക്കാൻ അവതരിച്ചതാണ് ശിക്ഷ അധിഷ്ഠാൻ എന്ന ഈ ബില്ല്. Vikasit Bharat Shiksha Adhishtan to facilitate universities and other higher educational institutions to become independent self-governing institutions and to promote excellence through a robust and transparent system of accreditation and autonomy. സ്വയം ഭരണാധികാരമുള്ള ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് തന്നെ UGCയോട് പണ്ടേ കലിപ്പിലാണ് യൂണിയൻ സർക്കാർ. ആ കലിപ്പ് മുഴുവനായി തീർത്തിട്ടുണ്ട് പുതിയ ബില്ലിൽ. ഇനി UGC തന്നെ ഉണ്ടാകില്ല. UGC മാത്രമല്ല, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ തുടങ്ങി പലതരം നിയന്ത്രണ സംവിധാനങ്ങളൊന്നും ഇനിയില്ല. പകരം ഒരൊറ്റ അപെക്സ് ബോഡി, ഒരേയൊരു കമ്മീഷൻ. അതാണ് വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ യൂണിയൻ സർക്കാരിൻ്റെ സമ്പൂർണ്ണ ആധിപത്യം ഉറപ്പാക്കാനുള്ളതെല്ലാം കൃത്യമാണ് ബില്ലിൽ. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെതാണ് ബില്ലിൻ്റെ ചട്ടക്കൂട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഭരണവും മേൽനോട്ടവും കാര്യക്ഷമമാക്കാൻ ഒരൊറ്റ നിയന്ത്രണ അതോറിറ്റി വേണമെന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ശുപാർശയാണ്. അതുപ്രകാരം പുതിയ കമ്മീഷനും അതിനു കീഴിൽ 3 കൗൺസിലുകളും വരും. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാർ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള റെഗുലേറ്ററി കൗൺസിലാണ് ഒന്നാമത്തേത്. സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനുള്ള അക്രഡിറ്റേഷൻ കൗൺസിലാണ് രണ്ടാമത്തേത്. അക്കാദമിക് മികവ് ഉറപ്പാക്കാനുള്ള സ്റ്റാൻഡേർഡ്സ് കൗൺസിലാണ് മൂന്നാമത്തേത്. കമ്മീഷൻ്റെയും കൗൺസിലുകളുടെയും തലപ്പത്തും സമ്പൂർണ്ണ സ്വയം ഭരണമായിരിക്കും. യൂണിയൻ സർക്കാർ രൂപീകരിക്കുന്ന സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം രാഷ്ട്രപതി നിയമിക്കുന്ന ചെയർപേഴ്സണും 12 അംഗങ്ങളുമടങ്ങിയ സംവിധാനമായിരിക്കും ഭരണം. കമ്മീഷൻ അധ്യക്ഷൻ വെറും ഓണററി. 12 അംഗങ്ങളിൽ 10 പേരും കേന്ദ്ര സർക്കാർ നേരിട്ട് നിയമിക്കുന്നവരോ നോമിനേറ്റ് ചെയ്യുന്നവരോ ആയിരിക്കും. അക്കാദമിക് വിദഗ്ധർ 2 പേർ മാത്രം. സംസ്ഥാനങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രൊഫസർ റാങ്കിൽ കുറയാത്ത അക്കാദമിഷ്യന്മാരാകണം ഇവർ. ഏത് സംസ്ഥാനം, ഏതു തരം വിദഗ്ധർ എന്നെല്ലാം കേന്ദ്രം സ്വയം അങ്ങ് തീരുമാനിക്കും. രാജ്യത്തെ ബഹുഭൂരിപക്ഷം മനുഷ്യരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കി ദേശീയതയ്ക്ക് കളങ്കമേൽപ്പിക്കാനൊന്നും ബില്ല് മുതിർന്നിട്ടില്ല. അതുകൊണ്ട് SC, ST, OBC, ന്യൂനപക്ഷം, സ്ത്രീ, ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളെ അതീവ ശ്രദ്ധയോടെ പടിക്ക് പുറത്ത് നിർത്തിയിട്ടുണ്ട്. സ്വേച്ഛാധികാരം സമ്പൂർണ്ണമാക്കുകയെന്ന ലക്ഷ്യത്തോടെ നയരൂപീകരണ സംവിധാനത്തിൽ നിന്ന് ഫണ്ടിങ്ങിനെ വേർപെടുത്തിയിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടിങ് പുതിയ കമ്മീഷന്റെ പരിധിയിലല്ല. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പാണ് ഫണ്ടിങ് തീരുമാനിക്കുക. മുമ്പ് UGCയും AICTയുമെല്ലാം ഗ്രാൻഡ് നൽകുമ്പോൾ യൂണിയൻ സർക്കാരിന് സ്വന്തം ഇഷ്ടം നടപ്പാക്കാനുള്ള സാഹചര്യം നിഷേധിക്കപ്പെട്ടിരുന്നു. അതിന് ഇപ്പോഴിതാ പരിഹാരമായിരിക്കുന്നു. ഇനി ബ്യൂറോക്രാറ്റിക് രാഷ്ട്രീയ പരിഗണനകൾ തരാതരം ഫണ്ടിങ്ങിൽ കലർത്താം. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റികളെ വിരട്ടി നിർത്താം. സർക്കാർ ഫണ്ടിങ്ങിനെ പൂർണ്ണമായും ആശ്രയിക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളെയും മറ്റും സമ്പൂർണ്ണമായി തന്നെ യൂണിയൻ സർക്കാരിന് നിയന്ത്രിക്കാം. സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിൽ പബ്ലിക് ഫണ്ടിങ്ങിനെ ചരടുകൾ ഉള്ളതാക്കി മാറ്റാം. വ്യത്യസ്ത സ്റ്റാറ്റസുകളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഫണ്ടിങ് ചരടിട്ട് കെട്ടി ഒരു രാജ്യം ഒരു വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തിലേക്ക് ഒരു ചുവട് കൂടി മുന്നേറാം. ഗ്രാമത്തിലും നഗരത്തിലുമുള്ള സ്ഥാപനങ്ങളെയും സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിൻ്റെയും നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളെയും പ്രൊഫഷണലും ജനറലുമായ സ്ഥാപനങ്ങളെയും ടെക്നിക്കൽ സ്ഥാപനങ്ങളെയും ഗവേഷണ സ്ഥാപനങ്ങളെയും എല്ലാം ഇങ്ങനെ വിജ്ഞാന വിപണിയുടെ ഡിമാൻഡ് അനുസരിച്ച് വളർത്തുകയോ കൊല്ലുകയോ ചെയ്യാം. കമ്മീഷൻ ആജ്ഞാപിക്കുന്ന ഗുണനിലവാരം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് 10 ലക്ഷം മുതൽ 2 കോടി രൂപ വരെ പിഴയുണ്ട്. ഗ്രാൻഡ് നിർത്താൻ ശുപാർശ ചെയ്യാം. വ്യവസ്ഥ ലംഘിച്ചാൽ അഫിലിയേഷനും റദ്ദാക്കാം. കൺകറന്റ് ലിസ്റ്റിലുള്ള ഫെഡറൽ അവകാശങ്ങളുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഭരണഘടനാപരമായ എല്ലാ അവകാശങ്ങളെയും പുതിയ നിയമം വഴി മറികടക്കാം. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ പോലെ സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിലുള്ള സംവിധാനങ്ങളുടെ നിലനിൽപ്പ് പോലും പ്രതിസന്ധിയിലാകും. കേന്ദ്ര സർവകലാശാലകൾ, IITകൾ, IIMകൾ തുടങ്ങി
ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾ കമ്മീഷനു കീഴിലാകും. കരിക്കുലവും പാഠ്യപദ്ധതിയും ഡിസൈൻ ചെയ്യാനുള്ള ഈ സ്ഥാപനങ്ങളുടെ അവകാശം പരിമിതപ്പെടും. അവയുടെ സ്വയംഭരണം മിഥ്യയാകും. വികസിത ഭാരതത്തിനായി ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ BJP സർക്കാർ വികസിപ്പിച്ചെടുത്ത ഭാരതീയ ജ്ഞാന സംഹിതയുടെ തുടർച്ചയാകും സിലബസ്. വൈദിക ബ്രാഹ്മണ്യത്തിൻ്റെ പുരാണങ്ങളും വേദങ്ങളിലെ പരമാണു സങ്കല്പവും ആശ്രമ വ്യവസ്ഥയും രാമരാജ്യ സങ്കല്പവും എല്ലാം പഠിച്ച് സനാതന ഇന്ത്യനായി മാറാം. ജ്യോതിഷവും വേദിക് മാത്തമാറ്റിക്സും ഉൾപ്പെടുത്തി പരിഷ്കരിച്ച മാത്തമാറ്റിക്സ് കോഴ്സുകൾക്കെതിരെ രാജ്യത്തെ 900 ഗണിതശാസ്ത്ര പ്രൊഫസർമാർ ഈയിടെ രംഗത്ത് വന്നിട്ടും കുലുങ്ങാത്ത കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പാണ് നമ്മുടേത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അന്തസ്സത്ത തന്നെ എക്സ്ക്ലൂഷൻ പോളിസിയായത് ഈയൊരു ലക്ഷ്യത്തിനായാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഈയിടെ SFI ഒരു വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചിരുന്നു. സമീപ വർഷങ്ങളിൽ രാജ്യമാകെ 89,000 സർക്കാർ സ്കൂളുകളാണ് പൂട്ടിയത്. 4 വർഷം കൊണ്ട് 65 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ ഡ്രോപ്പ് ഔട്ടായി. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടുള്ള അവഗണന, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ഫീസ് വർധന, സ്കോളർഷിപ്പുകൾ കട്ട് ചെയ്തത്, ഫെലോഷിപ്പുകൾ മുടങ്ങുന്നത് എന്നിവയാണ് കാരണങ്ങൾ. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് പരീക്ഷ വന്നതോടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള പ്രവേശനം കോച്ചിംഗ് സംസ്കാരത്തിലേക്ക് മാറി. വൻ വില കൊടുത്തു വാങ്ങാൻ ശേഷിയുള്ളവരുടേതായി ഉന്നത വിദ്യാഭ്യാസം. അർബൻ മിഡിൽ ക്ലാസ് വിദ്യാർത്ഥികളുടേതായി ക്യാമ്പസുകൾ. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ചരക്കുവൽക്കരണം പൂർണ്ണമാകാൻ ഭരണകൂട സ്വേച്ഛാധിപത്യവും അധികാര കേന്ദ്രീകരണവും അനിവാര്യമാണ്. അത് ഈ ബില്ലിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വികസിത ഭാരതത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ആകർഷണീയത വ്യക്തമാക്കുന്ന ഒരു കണക്ക് നിതി ആയോഗ് പുറത്തുവിട്ടിട്ടുണ്ട്. വിദേശ പഠനത്തിന് 2025 ഇന്ത്യൻ വിദ്യാർത്ഥികൾ ചെലവാക്കിയത് 6.2 ലക്ഷം കോടി രൂപയാണ്. ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ചെലവഴിക്കുന്ന തുകയുടെ 10 ഇരട്ടിയാണിത്. ഒരു വിദ്യാർത്ഥി ഇന്ത്യയിലേക്ക് പഠിക്കാനെത്തുമ്പോൾ 28 ഇന്ത്യൻ വിദ്യാർത്ഥികൾ പുറത്തു പോവുകയാണ്. അതിവേഗം വിപണിവൽക്കരിക്കപ്പെട്ടിട്ടും ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മത്സരക്ഷമതയുടെ ചിത്രം ഇതാണ്. തമിഴ്നാടിനെ പോലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ സ്വന്തം വിദ്യാഭ്യാസ നയം പ്രഖ്യാപിക്കുന്നിടം വരെ മാത്രമേ ഫെഡറൽ അവകാശങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. അല്ലെങ്കിൽ ഫണ്ടും സ്വയം കണ്ടെത്താൻ സംസ്ഥാനങ്ങൾക്ക് കെൽപ്പ് വേണം. വികസിത് ഭാരത് ശിക്ഷാധിഷ്ഠാൻ ബില്ല് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. BJPക്കും NDAയ്ക്കും ഭൂരിപക്ഷമുള്ള കമ്മിറ്റിയിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന തീരുമാനമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ദേശീയ വിദ്യാഭ്യാസ നയത്തോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾക്കുള്ള ഫണ്ട് ഭരണഘടനാ വിരുദ്ധമായി പോലും തടഞ്ഞുവെക്കാൻ മടിക്കാത്ത യൂണിയൻ സർക്കാരിന്റെ മുൻപിൽ ഈയൊരു ബില്ലിനെതിരെ ഏതുതരം രാഷ്ട്രീയ ചെറുത്തുനിൽപ്പാണ് സാധ്യമാകുക എന്നത് വലിയൊരു ചോദ്യമാണ്.